നമ്മൾ ഇസ്രായേലിലേക്ക് വരാൻ റെഡി ആകുമ്പം എല്ലാവരും പറയല്ലേ ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷ് അറിയണം എന്നൊക്കെ ഏജൻസിയിൽ നിന്നും നമ്മുടെ ഏജൻറ്റുമാരിൽ നിന്നൊക്കെ നമ്മൾ അറിയും. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിച്ച് ഇവിടെ വന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ റെഡി ആയിട്ട് വരും. അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ റെഡി ആയിട്ട് നമ്മളിവിടെ എത്തുമ്പോഴാണ് പലർക്കും അനുഭവമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ദ എംപ്ലോയേഴ്സിനും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹീബ്രു പഠിച്ചേ മതിയാവും. അങ്ങനെ ഞാനിവിടെ വന്നപ്പം എൻ്റെ എംപ്ലോയർക്ക് ഹീബ്രു ഒട്ടും തന്നെ അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഹീബ്രു പഠിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതയായത്. വേറെ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേയൊക്കെ ഹീബ്രു പഠിച്ചു കേട്ടോ. എന്നാലും അത്യാവശ്യം നമ്മളുടെ എംപ്ലോയറോട് സംസാരിക്കാനും എംപ്ലോയറുടെ ഫാമിലിയോട് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എനിക്കറിയാം, എന്നെപ്പോലെ തന്നെയാണല്ലോ നാട്ടിൽ നിന്ന് വരുന്ന പലരും, അവർക്കൊന്ന് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ചാനലിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് പോകാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എംപ്ലോയറോട് കാഷ്വലായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന കുറച്ച് സെൻറ്റൻസുകൾ ഞാൻ പറയാം. ഷലോം, ബോക്കർ ടോവ്, മാ നിഷ്മാ, മാ שלומך, איך את מרגישה, איך ישנת בלילה, הכל בסדר. അപ്പോൾ ഈ വാക്കുകളുടെയൊക്കെ മലയാളത്തിലുള്ള അർത്ഥവും ഇതിനെന്താണ് മറുപടി പറയാമെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഷലോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്ന ഹായ് ഹലോ എന്നൊക്കെ പറയുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ ബൊക്കർത്തോ ഗുഡ് മോർണിംഗ്, മാനിഷ്മ മഷ്ലോമേ എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെയിരിക്കുന്നു, സുഖമായിരിക്കുന്നു, ഹൗ ആർ യു എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അതുപോലെ തന്നെ എഹാത് മർഗിഷ എന്ന് ചോദിച്ചാലും സെയിം തന്നെയാണ്. എന്നാലും ഇവിടെ നമ്മുടെ ഹീബ്രു ലാംഗ്വേജിനെ സംബന്ധിച്ച് അവരിങ്ങനെ ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരാണ്. അതായത് നമ്മുടെ നാട്ടിലെ പോലെ ആ സുഖമായിരിക്കുന്നു എന്നില്ല, ആ സുഖമാണ് അത്രയല്ല. അവർ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി സോഫ്റ്റ് ഹാർട്ടഡാണ് അവരുടെ സംസാര രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പം എഹാത് മർഗിഷ എന്ന് ചോദിച്ചാൽ നിൻ്റെ ആരോഗ്യം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. പിന്നെ എഹിഷാന്ത് ബലൈല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ എങ്ങനെ ഉറങ്ങി, നന്നായിട്ട് ഉറങ്ങിയോ, ഉറങ്ങാൻ സാധിച്ചോ എന്നുള്ള അർത്ഥത്തിലാണ് അത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ അക്കോൾ ബിസേദർ എന്ന് ചോദിച്ചാൽ എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഉത്തരമായിട്ട് നമ്മൾ എന്ത് പറയുന്നു കൂടെ പറയണം അല്ലേ. അപ്പം മാനിഷ്മ മഷ്ലോമേ എന്നൊക്കെ ചോദിച്ചാൽ അക്കോൾ ബെസേദർ, അക്കോൾ തോ, ബറുഖ് ഹഷേം, അക്കോൾ ബെസേദർ, അങ്ങനെയൊക്കെ നമുക്ക് മറുപടിയായിട്ട് പറയാം. അതുപോലെ തന്നെ എഹാത് മർഗിഷ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അനി ബെസേദർ, അക്കോൾ തോ, അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാത്തിനും മറുപടി നോർമലി പറയുന്നത് കേട്ടോ. പിന്നെ അനി മർഗിഷ തോഫ് അങ്ങനെയും നമുക്ക് പറയാം. പിന്നെ ഇഷാന്ത് ബലൈല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷാന്തി തോ ബലൈല എന്ന് പറയാം. പിന്നെ അക്കോൾ ബെസേദർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ അല്ലേ, അക്കോൾ ബെസേദർ കേൻ, അക്കോൾ ബെസേദർ കേൻ, അക്കോൾ തോ, അങ്ങനെ നമുക്ക് തിരിച്ച് മറുപടി പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പം നമ്മുടെ എംപ്ലോയറോട് ഒരു കൊച്ചു വിശേഷം തിരക്കൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.